വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ മിക്സ് ഫ്രൂട്ട് ലെസ്സിയുടെ റെസിപ്പിയാണല്ലോ ചെയ്യുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. കാരണം നമുക്ക് ഏതൊക്കെ ഫ്രൂട്ട്സാണോ അവൈലബിൾ അതെല്ലാം നമുക്ക് ഈ ലെസ്സിയിൽ ചേർക്കാം കേട്ടോ. ഇതിനായിട്ട് ഞാൻ ചക്ക കൂടെ ലസ്സി തയ്യാറാക്കാനായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചക്ക കിട്ടുകയാണെങ്കിൽ അതുകൂടെ ഉൾപ്പെടുത്താനും കൂടെ ശ്രദ്ധിക്കണം. കാരണം ചക്ക ചേർത്തുമ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് നമ്മുടെ ലസ്സിക്ക്. അതുപോലെ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സാണോ അവൈലബിൾ അതെല്ലാം നമുക്കിതിനായിട്ട് ചേർക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാനും കൂടി വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം അല്ലേ. നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അധികം ഒരുപാട് പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. ആദ്യം ഒരു മിക്സർ ജാറിൽ അല്ലെങ്കിൽ ജ്യൂസറിൽ ഐസ് ക്യൂബ്സ് ചേർത്തു. പിന്നെ ഞാനിപ്പോൾ ചക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചക്ക കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ ചക്ക ചുള ചേർത്ത് കൊടുക്കുക. പക്ഷെ നല്ല പഴുത്ത ചക്കയായിരിക്കണം. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പറയണമെന്നില്ല. ഞാനിപ്പോൾ ആദ്യം മാങ്ങ ചേർത്തു, പിന്നെ പപ്പായ ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. പഴം ചേർക്കുമ്പോൾ പ്രത്യേകം നമ്മൾ നല്ല പഴുത്തിട്ടുള്ള പഴം ചേർക്കുക, അത്രയേ ഉള്ളൂ. നേന്ത്രപ്പഴം ചേർക്കണ്ട, ബാക്കി ഏത് പഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒന്നുമില്ല, തൈര് ചേർക്കുക. അതുപോലെ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. തൈര് ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് ചേർക്കണം, അത്രയേ ഉള്ളൂ. ഏലക്കപ്പൊടി ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം കൂടെ മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ലസ്സി തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിലും പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലസ്സി കൂടിയിട്ടാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ റെഡി ആയിട്ടുള്ള ലസ്സി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ലസ്സി ചേർത്ത് കൊടുക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളെ കമൻസും കൂടെ അറിയിക്കാനും വിട്ടുപോകരുത് കേട്ടോ. നമുക്ക് നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.